പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ, കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലല്ലോ, കടം മാറുന്നില്ലല്ലോ, എനിക്ക് അല്ലാഹു മക്കളെ തരുന്നില്ലല്ലോ, എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുന്നില്ലല്ലോ, എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹു എനിക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ, പരാതി പറയുന്നവര്, മജ്ലിസുകളെ കേറി ഇറങ്ങി നടക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂല് നിനക്ക് സമയം വരെ പറഞ്ഞു തന്നോ, ദുആ ചെയ്താ തള്ളപ്പെടാത്ത സമയം, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം, എന്തേ നീ അത് ഉപയോഗപ്പെടുത്താത്തത്? എന്തേ നിങ്ങളത് നിസാരമാക്കി കളയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സെട്ടിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അതാ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് പിടിച്ചിട്ട് ആ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന 6:30 മുതലുള്ള സമയമുണ്ടല്ലോ, 6 മണി കഴിയുന്ന സമയമുണ്ടല്ലോ, അല്ലാഹുവേ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണവും എടുത്തു വെച്ചിട്ട് നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തിയാൽ അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല, അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു മറയുമില്ല. ആ സമയത്ത് നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്താ, ഏത് മനുഷ്യനാണെങ്കിലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം വരെ പറഞ്ഞു തന്നു. നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ 6:15 കഴിഞ്ഞ് 6:40 ഇടയിൽ ആ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി ആരാ സമയത്ത് ദുആ ചെയ്യണേ? ആരാ സമയത്ത് ദുആ ചെയ്യണേ? എല്ലാരും ഭക്ഷണം വിളമ്പാനുള്ള തിരക്ക്, പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. എടോ, പണ്ടൊക്കെ നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും ഇന്നും ചില പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാം മഗ്രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം പ്രായമുള്ളവരിരുന്ന് പറയുന്നത് കാണാം. ഈ ദിക്ർ മീസാനിനെ നിറയ്ക്കുന്ന ദിക്റാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കില്ല. ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ആ സമയത്ത് ദുആയ്ക്ക് പോലും ഉത്തരമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പടി നമ്മൾ കാര്യം പറയും. ആഹാരമെടുത്ത് മുന്നിൽ വെച്ചിട്ട് അപ്പോലും ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 6:30 വരെ പട്ടിണി ഇരുന്നിട്ട് ആ അവസാന സമയത്ത് കൊണ്ടുപോയി ആ നോമ്പിന്റെ പ്രതിഫലം കളയുന്ന ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.